തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 ജില്ലകളിലായി 36,161 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം പോളിംഗ് പെർസെൻറ്റേജ് 50 കടന്നിരിക്കുന്നു. 50.5 എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സമീപകാലത്ത് ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വിശദമായി തന്നെ രാഷ്ട്രീയ കേരളം, രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. കേരളം ഇന്നിപ്പോൾ ഈ ഘട്ടത്തിൽ ഉറ്റുനോക്കുന്ന പ്രധാന ജില്ലയാണ് തലസ്ഥാന ജില്ല. തലസ്ഥാന ജില്ലയിലെ വിവരങ്ങളുമായി, തിരുവനന്തപുരത്തുള്ള വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരുമാനൂർ ചേർന്നുണ്ട്. സുനിൽ, പൊതുവിൽ മഴയുടെ ഒരു ചെറിയ ആലസ്യമുണ്ട് എങ്കിൽ കൂടി ഉച്ച കഴിഞ്ഞപ്പോഴത്തെ സ്ഥിതിയൊക്കെ എങ്ങനെയാണ്? പൊതുവിൽ എല്ലാ ഇടങ്ങളിലും പൊതുവായ ഒരു തെരഞ്ഞെടുപ്പ് രീതി എങ്ങനെയാണ്? കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? സൗമ്യ, ഇപ്പോൾ മഴ കുറച്ച് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്, നല്ലൊരു അന്തരീക്ഷമാണ്. ഇനിയുള്ള 3 മണിക്കൂറുകൾ അക്ഷരാർത്ഥത്തിൽ നല്ല രീതിയിൽ പോളിംഗ് വരേണ്ട ഒരു സമയമാണ്. എങ്കിൽ മാത്രമേ സ്ഥാനാർത്ഥികൾ കണക്ക് കൂട്ടിയതുപോലെ അവരുടെ വിജയ പരാജയമൊക്കെ ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് ഈ റിസൾട്ടോടു കൂടി തന്നെ വരികയുള്ളൂ. കാരണം അവർ കണക്കുകൂട്ടി വെച്ചിരിക്കുന്ന വോട്ടുകൾ പോൾ ചെയ്യേണ്ട സമയമാണ്. ആ വോട്ടുകൾ പോൾ ചെയ്താൽ മാത്രമേ അവരുടെ വിജയം ഉറപ്പാക്കാനാകൂ. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥികളും അവരുടെ ഏജന്റുമാർ കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതുവരെ 42% തിരുവനന്തപുരത്ത് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ നഗരസഭകൾ കേന്ദ്രീകരിച്ചാണ് പോളിംഗ് ശതമാനം കൂടുതൽ. ഇവിടെ 43% 4 നഗരസഭകളിലെയും പോളിംഗ് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണെങ്കിലും 43.5% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടേക്ക് ഇപ്പോൾ നല്ലൊരു ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. 3 മണിക്കൂർ അവശേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനിയുള്ള മണിക്കൂറുകളിൽ കൃത്യമായിട്ട് പ്രായമായുള്ളവരെ വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്നവരെ ഇവിടേക്ക് പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് ഇനിയുള്ള മണിക്കൂറുകൾ. അത് കൃത്യമായി ചെയ്യുന്നതിലൂടെ മാത്രമേ ആ സ്ഥാനാർത്ഥിക്ക് അവരുടെ വിജയം ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇനി ലിസ്റ്റ് നോക്കി, വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കി ഏതൊക്കെ വോട്ടർമാരാണ് അവരുടെ ഉറപ്പുള്ള വോട്ടർ അവ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അത് അസുഖം ബാധിച്ച് വീട്ടിലുള്ളവരെയും വയസ്സായവരെയും ഒക്കെ അവരെ തന്നെ ഇടപെട്ടുകൊണ്ട് ഇവിടേക്ക് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇടപെട്ടത് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തകരൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്നതും നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ല കൂടുതൽ ബൂത്തുകൾ, അതായത് പ്രശ്നബാധിത ബൂത്തുകളുള്ള 2ാമത്തെ ജില്ലയായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാധാനപരമായിട്ട് പോളിംഗ് അവസാന ഘട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോളിങ്ങിനോട് ഏകദേശം അടുത്ത് വരും ഇക്കുറി പോളിംഗ് എന്നുള്ളത്. കാരണം കൂടുതൽ ചർച്ചാ വിഷയമായ ഒരുപാട് പ്രശ്നങ്ങൾ സർക്കാരിനെതിരെ ചർച്ച ചെയ്ത വർഷമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടന്ന ഒരു സാഹചര്യം കൂടിയായതുകൊണ്ട് പോളിംഗ് ശതമാനം ഉയരാനുള്ള ഒരു സാധ്യതയും ഈ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ വിലയിരുത്തുന്നുണ്ട്. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും തിരുവനന്തപുരം ജില്ലയിൽ രാവിലെ പെയ്ത ഒരു മഴയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ഒന്ന് മാനം തെളിഞ്ഞു നിൽക്കുകയാണ്. കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്നും തലസ്ഥാന നഗരി ഉൾപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. വളരെ കടുത്ത പോരാട്ടങ്ങൾ, കടുത്ത രാഷ്ട്രീയ മത്സരങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് കൂടി പോവുകയാണ്. രാജ്കുമാർ അവിടെ നിന്നും ചേരുന്നുണ്ട്. രാജ്കുമാർ, പ്രത്യേകിച്ച് തീരദേശ മേഖല, കശുവണ്ടി തൊഴിലാളികൾ ഏറെയുള്ള മേഖല, അത്തരത്തിലുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഒരു പോളിംഗ് പെർസെൻറ്റേജ് എങ്ങനെയാണ്? ശക്തമായ ഒരു പോളിംഗ് ആണോ ഈ മേഖലകളിലൊക്കെ ഉള്ളത്? എങ്ങനെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? സൗമ്യ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷൻ 75% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഇക്കുറിയും ആ ഒരു ഫിഗറിലേക്ക് തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗമ്യ, നേരത്തെ നമ്മുടെ തിരുവനന്തപുരത്തെ കാലാവസ്ഥ പോലെ തന്നെ കൊല്ലത്തും ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. വോട്ടിങ്ങിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഇനി ഉച്ച കഴിഞ്ഞ് കുറച്ചുകൂടി വീട്ടമ്മമാർ ജോലിയെല്ലാം കഴിഞ്ഞ് വിശ്രമം കഴിഞ്ഞ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ മുന്നണികളും BJPയും ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇനിയുള്ള ഓരോ നിമിഷങ്ങളും. പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം എല്ലാ സ്ഥാനാർത്ഥികളും വ്യക്തിപരമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം സംയോജിച്ചത് സുപ്രധാനമായ കാര്യം, ഒന്ന് SNDP BJP കൂട്ടുകെട്ട് കൊല്ലത്ത് ഒരു പൊളിഞ്ഞ സാഹചര്യം, SNDP നിർത്തിയ സ്ഥാനാർത്ഥികൾക്കെതിരെ BJP മത്സരിക്കുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും, എന്തിന് മണ്ണെണ്ണ പോലും സബ്സിഡി നിരക്കിൽ കിട്ടേണ്ട മണ്ണെണ്ണ
അവർക്ക് 80 രൂപ വരെ ലിറ്ററിന് നൽകി വാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അക്കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സഹായകരമായൊരു നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം പലതരത്തിൽ അവർ ഉന്നയിക്കുകയും വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകൾ വലിയ പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ വരെ എത്തിയ സാഹചര്യമുണ്ടായിരുന്നു. കാഷ്യൂ കോർപ്പറേഷൻ ഏതാണ്ട് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം. ലക്ഷക്കണക്കിന് വരുന്ന കശുവണ്ടി തൊഴിലാളികൾ ഇപ്പോൾ ആശങ്കയിലാണ്. പരമ്പരാഗത മേഖലയിലെ മുഴുവനും തൊഴിലാളികളുടെ വലിയൊരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി നടക്കുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ഇതൊക്കെ തന്നെയാണെങ്കിലും തദ്ദേശീയമായി ഉള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും ഇപ്പോൾ കോർപ്പറേഷനാണെങ്കിലും നഗരസഭയാണെങ്കിലും ത്രിതല സംവിധാനത്തിലുള്ള പഞ്ചായത്തുകളാണെങ്കിലും ശരി തന്നെ ഇവിടെയൊക്കെ നടന്ന മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങളൊക്കെ നോക്കിക്കൊണ്ടായിരിക്കും തങ്ങളുടെ വാർഡിലെ വികസനങ്ങൾ, തങ്ങൾക്ക് ഓരോ കുടുംബത്തിനും അടിസ്ഥാനപരമായ വികസനങ്ങൾ എന്തൊക്കെ ലഭിച്ചു എന്നുള്ളത് നോക്കിയായിരിക്കും ഓരോ സ്ഥാനാർത്ഥികൾക്കും ഓരോ മുന്നണികൾക്കും ഈ ഓരോ വോട്ടർമാരും അവരുടെ സംവിധാനാവകാശം നിർവഹിക്കുക. അതേസമയം കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ മാതൃകാപരമായൊരു പ്രവർത്തനം കൂടി നമുക്ക് ഈ സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മികച്ച പഞ്ചായത്തിൻ്റെ അവാർഡ് കൂടി വാങ്ങി തദ്ദേശ സ്ഥാപനങ്ങൾ എങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കണം, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജയമോഹൻ പഞ്ചായത്ത് ഭരണം തന്നെ സാരഥ്യം വഹിച്ചത്. അതുകൊണ്ട് അത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു എങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കണം, ഓരോ സാധാരണ ജനങ്ങൾക്ക് അതെങ്ങനെ ഗുണകരമായി മാറ്റണം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു ചൂണ്ടുപലക തന്നെയായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘടനകളും സർക്കാർ ഏജൻസികളും ഒക്കെ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ വന്നാണ് അത് പഠനം നടത്തി പോവുക പോലും ചെയ്തത്. ആ നിലയിൽ ഓരോ ജനങ്ങൾക്കും അവരുടെ സമ്മതിദാനാവകാശം ഏത് നിലയിൽ വിനിയോഗിക്കണമെന്നുള്ള ഒരു തീരുമാനം മുമ്പേ എടുത്തിരുന്നു. എന്തായാലും ഇപ്പോൾ 5701 സ്ഥാനാർത്ഥികളാണ് കൊല്ലം ജില്ലയിൽ മാറ്റുരയ്ക്കുന്നത്. 126 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. എന്നാൽ ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതേസമയം ഇന്ന് രാവിലെ പെരിനാട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ലെറ്റസ് ജെറോമിനെ 4 പേർ ബൈക്കിലെത്തി, ഹെൽമറ്റ് ധരിച്ച 4 പേർ ബൈക്കിലെത്തി ആക്രമിച്ചിരുന്നു. ഇത് RSS പ്രവർത്തകരാണെന്നാണ്, BJP പ്രവർത്തകരാണെന്നാണ് ഇടതുമുന്നണി ആരോപിച്ചത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പരിക്കേറ്റ ലെറ്റസ് ജെറോം ഇപ്പോൾ കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സൗമ്യ. രാജ്കുമാറാണ് കൊല്ലത്തു നിന്നുള്ള സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഇതുവരെയുള്ള പോളിംഗ് പെർസെന്റേജ് 50 കടന്നിരിക്കുന്നു. 50.5 സംസ്ഥാനത്തുടനീളമുള്ള പോളിംഗ് പെർസെന്റേജ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭ മണിക്കൂറുകളിൽ തന്നെ ശക്തമായ പോളിംഗ് ആണ് പലയിടത്തും രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും വിവിധ കണക്കുകൂട്ടലുകളിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടന്ന ഒരു തെരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ മറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വിഭിന്നമായി സംസ്ഥാന രാഷ്ട്രീയം, ദേശീയ രാഷ്ട്രീയം ഒക്കെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതായാലും ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് BRM ഷഫീർ ചേരുന്നുണ്ട്, ശ്രീ RS ബാബു ചേരുന്നുണ്ട്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീനും കോഴിക്കോട് നിന്നും ജോയിൻ ചെയ്യുന്നുണ്ട്. ആദ്യം ഏതായാലും അഡ്വക്കേറ്റ് BRM ഷഫീറിലേക്ക് പോവുകയാണ്. വലിയൊരു കാൽക്കുലേഷനുമായിട്ടാണ് ഇപ്പോൾ അതുപോലെ അദ്ദേഹം വന്നിട്ടുള്ളത്. ഈ പോളിംഗ് പെർസെൻറ്റേജ് ഒക്കെ ഏതായാലും ഉയരുന്നു. വിവിധ ചർച്ചകൾ നടന്നിരുന്നു. അവസാന ഘട്ടത്തിൽ UDF സർക്കാരിന് തിരിച്ചടിയായി എന്ന തരത്തിൽ LDF വ്യാഖ്യാനിച്ച, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്ന ചില പ്രശ്നങ്ങളും ഒക്കെ കൂടെ ഫേസ് ചെയ്തുകൊണ്ടാണ് UDF തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ആ ഘട്ടത്തിലും കോൺഫിഡൻസ് വിട്ടുകളയുന്നില്ല. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സെമി ഫൈനലായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കേരളത്തിൽ വികസന രംഗത്ത് വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു സംസ്ഥാനമായി നിൽക്കവേ ഞങ്ങൾ വിഴിഞ്ഞമായിരുന്നാലും, മെട്രോ റെയിൽവേ ആയിരുന്നാലും, സ്മാർട്ട് സിറ്റി ആയിരുന്നാലും, കണ്ണൂർ വിമാനത്താവളമായിരുന്നാലും, അതുപോലെ തന്നെ ദേശീയപാതകളുടെ വികസനമായിരുന്നാലും, 9 പരം മെഡിക്കൽ കോളേജുകൾ നിർമ്മിച്ചതായിരുന്നാലും, 13 താലൂക്കുകൾ നിർമ്മിച്ചതായിരുന്നാലും, 23 ബ്ലോക്കുകൾ നിർമ്മിച്ചതായിരുന്നാലും, ഇങ്ങനെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വൻകിട വികസന പദ്ധതികൾ ഒരു ഭാഗം നടത്തിയപ്പോൾ മറുഭാഗത്ത് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ, കാരുണ്യ പദ്ധതിയായിരുന്നാലും, ജനസമ്പർക്ക പരിപാടി ഉൾപ്പെടെയുള്ള, അതുപോലെ ആശ്രയ പദ്ധതി ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവർക്ക് അനുകൂലമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു ഗവൺമെൻറ്റാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഐക്യജനാധിപത്യ മുന്നണി നയിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന വിരോധം ഈ നാട്ടിൽ പൊതുവായി ഞങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ BJP ഉയർത്തുന്ന വർഗീയതയും അസഹിഷ്ണുതയുടെയും വർഗീയതയുടെയും രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ന് ഇടതുപക്ഷത്തിന് ശക്തിയില്ല എന്നും, BJPയെയും വർഗീയതയെയും ചെറുക്കാൻ ഇന്ന് ഇന്ത്യയിൽ
വിശിഷ്യ കേരളത്തിൽ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയാണെന്നുള്ള ഒരു രാഷ്ട്രീയവും ഞങ്ങൾ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചില രാഷ്ട്രീയ നിരീക്ഷകർ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ എന്തൊക്കെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ, ഇവിടെ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടറും ഇല്ല. എന്തെങ്കിലും ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ 25 കൊല്ലമായി ഒരേ പാർട്ടിയെ മാത്രം ജയിപ്പിച്ചു വിട്ടു. അവർ കരം പിരിക്കുകയല്ലാതെ ജനങ്ങളുടെ ക്ഷേമകരമായ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. നമ്മളിവിടെ നിന്ന് പുറത്തോട്ടിറങ്ങിയാൽ തെരുവിളക്കിൻ്റെ കാര്യമായിരുന്നാലും, അത് തെരുവുനായയുടെ ശല്യമായിരുന്നാലും, അതല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമായിരുന്നാലും ഒരു കാര്യവും ചെയ്യാത്ത നഗരസഭയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായ വികാരം തിരുവനന്തപുരത്തുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ 2010 ഉണ്ടായതിനേക്കാൾ വലിയ ഒരു മികച്ച വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കൊല്ലം ജില്ലയുടെ കാര്യം ഞാൻ പറയാം. കൊല്ലം ജില്ലയിൽ 2010 വലിയ അടിയൊഴുക്കുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ഞങ്ങൾക്ക് വലിയതായിട്ട് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണിയിൽ RSP കൂടി കടന്നു വന്നതിന് ശേഷം RSPയുടെ ശക്തി കേന്ദ്രങ്ങളാണല്ലോ ഇരവിപുരമായിരുന്നാലും, ചവറയായിരുന്നാലും, കുന്നത്തൂരായിരുന്നാലും, കൊല്ലമായിരുന്നാലും ആ ഭാഗങ്ങളിലൊക്കെ ഐക്യജനാധിപത്യ മുന്നണിക്ക് RSP കൂടി കടന്നു വന്നതുപോലെ ഉണ്ടായ ഒരു വലിയ ഒരു മുന്നേറ്റമുണ്ട്. ഞങ്ങളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് കൊല്ലം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നില വല്ലാതെ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുമെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു 55-60 സീറ്റുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാമെന്നും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കൂടുതൽ മികച്ച വിജയം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഓരോ ജില്ലകളിലേക്കും പ്രത്യേകമായി തന്നെ പിന്നീട് വരാം. ശ്രീ RS ബാബു, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ സ്ഥിരമായ ദേശീയ രാഷ്ട്രീയത്തിലായാലും ഒപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പൊതുവിൽ സംസാരിക്കപ്പെടുന്ന ഒരു പ്രധാന വിഷയങ്ങൾ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. BJP എതിർക്കുന്നത് സ്വാഭാവികമായും തീവ്ര ഹിന്ദു വികാരം ഉയർത്തിവിട്ട് സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിയാണ്. അതിനുമപ്പുറത്തേക്ക് LDFനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം സുപ്രധാനമായി എടുത്തു പറഞ്ഞത് വികസന വിരോധം എന്നൊരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് വികസനത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ, വിഴിഞ്ഞം വിഷയത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ, മെട്രോയുടെ കാര്യത്തിൽ വരുമ്പോൾ ഉയരുന്ന പ്രതിഷേധ സ്വരങ്ങൾ പല വിഷയത്തിലും ആ വിധത്തിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ഒരു പരിധിവരെ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ UDF ശ്രമിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞൊരു ആരോപണങ്ങളെ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? UDFും കോൺഗ്രസ് ഉയർത്തുന്ന ഒരു അജണ്ടയ്ക്ക് പിന്നാലെയല്ല കേരളത്തിലെ വോട്ടർമാർ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ സദ്ഭരണത്തിന് വേണ്ടിയിട്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള ഒരു മൗലികമായിട്ടുള്ളൊരു ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മുന്നിൽ നിൽക്കുന്ന ഉദാഹരണങ്ങളുണ്ട്. അതാണ് കൊല്ലത്തെ റിപ്പോർട്ടറായിട്ടുള്ള രാജ്കുമാർ ചൂണ്ടിക്കാണിച്ചത്. ഇന്ത്യയിലെ തന്നെ നല്ല ജില്ലാ പഞ്ചായത്തായി കൊല്ലം ജില്ലയെ തിരഞ്ഞെടുത്തു, ജില്ലാ പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു. അത്തരത്തിൽ വികസനത്തിന് വേണ്ടിയിട്ട്, ജനക്ഷേമത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് ഏത് മുന്നണി എന്നുള്ളത് ഒരു ഗ്രാമപഞ്ചായത്ത്, ഒരു ബ്ലോക്ക് പഞ്ചായത്ത്, ഒരു കോർപ്പറേഷൻ, ഒരു ജില്ലാ പഞ്ചായത്ത്, അതിലൂടെ യഥാർത്ഥത്തിൽ LDF ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ആ കാര്യങ്ങൾ കുറേ കൂടി നല്ല രൂപത്തിൽ നടത്തുന്നതിന് LDFനെ അംഗീകരിക്കുന്ന ഒരു സമീപനമായിരിക്കും സ്വാഭാവികമായിട്ടും കൈക്കൊള്ളുക. ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 21,871 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തവണ UDFന് ബമ്പർ വിജയമായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ UDFന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമില്ല. കേരളത്തിൻ്റെ മനക്കണ്ണാടിയിൽ UDF മങ്ങുകയും LDF തിളങ്ങുകയും ചെയ്യുകയാണ്. ഏതായാലും സംസ്ഥാനത്തെ രാഷ്ട്രീയം ആ വിധത്തിൽ പോകുമ്പോൾ വളരെ സുപ്രധാനമായി ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി വളരെ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന ഉത്തർപ്രദേശിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സുപ്രധാനമായ ഒരു വിഷയം, വലിയ തിരിച്ചടി BJPക്ക് ഉത്തർപ്രദേശിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതിന്റെ ഒരു പ്രാധാന്യം വലുത് തന്നെയാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രചാരണം, അത് കേരളത്തിലെ രാഷ്ട്രീയം കൂടി ആ വിധത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഘട്ടമുണ്ട്. BJP ആ വിധത്തിൽ കൂടുതൽ ഇടങ്ങൾ പിടിച്ചടക്കാനാകും എന്നൊരു പ്രതീക്ഷ കൂടി പുലർത്തുന്ന ഘട്ടത്തിലാണ് ഉത്തർപ്രദേശ് വലിയൊരു തിരിച്ചടിയായി മുന്നിൽ നിൽക്കുന്നത്. ഏതായാലും നമുക്ക് രാഷ്ട്രീയ നിരീക്ഷകൻ ചർച്ചയിലേക്ക് പോവുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീനിലേക്ക്, കോഴിക്കോട് അദ്ദേഹം. യെസ്, നമുക്ക് ഏതായാലും ഇപ്പോൾ അതിലേക്ക് വരാം. ഒരു BJPയുടെ ഒരു റിയാക്ഷൻ തന്നെ ഇതിൽ സുപ്രധാനമായിരിക്കും. ഈ വിധത്തിൽ കൂടി സംസ്ഥാന രാഷ്ട്രീയത്തെ ആ വിധത്തിൽ കൂടി കാൽക്കുലേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ടോ എന്ന ഒരു കാര്യത്തിൽ ആ കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നതാണ്. ഏതായാലും ഇപ്പോൾ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് BRM ഷഫീർ ചേർന്നുണ്ട്. BRM ഷഫീറിലേക്ക് തന്നെ പോവുകയാണ്. ഈ ഉത്തർപ്രദേശിലെ ഒരു സാഹചര്യം ഒന്ന് പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിലെ ഇന്നത്തെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന ഘടകം ഇത് തന്നെയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പക്ഷേ നരേന്ദ്രമോദിയുടെ
വളരെ പ്രസ്റ്റീജിയസ് മേഖലയായിരുന്നു. അവിടെ വലിയ തിരിച്ചടി BJP നേരിടുമ്പോൾ ഇതൊരു സൂചകമാണോ? ഈ നരേന്ദ്രമോദിയുടെ തരംഗം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പോടുകൂടി തന്നെ ഇന്ത്യയിൽ അവസാനിച്ചു കഴിഞ്ഞു. അതിപ്പോൾ ബീഹാറിൽ ഒട്ടും യേശുന്നില്ല എന്നാണ് ഈ പറയപ്പെടുന്ന ബീഹാർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്നത്. ബീഹാർ തിരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദിയുടെ എഫക്റ്റ്, അവിടെ ബീഹാറികൾ വേണം ബാഹറികൾ വേണ്ട എന്നുള്ള ചർച്ചകൾ അവിടെ നടന്നു. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് 48 ജില്ലയിലെ സീറ്റുകളിൽ 40 സീറ്റും, അതിൽ വാരണാസിയിലെ നയാപൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ BJP പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാണ്. നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ 16 മാസത്തിനിടയിൽ ഇന്ത്യയിൽ അവർ മുന്നോട്ട് വെച്ച ഒരൊറ്റ ആശയവും നടപ്പിലാക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അസഹിഷ്ണുതയുള്ള ഭരണമാണ് എന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് 2 തവണ താക്കീത് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ എന്താണെന്നറിയോ, ഇപ്പോൾ ഈ പിന്നെ ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ദാദ്രി. ആ ദാദ്രിയിൽ പശുവിറച്ചി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യോമസേനയിൽ ഇന്നും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പിതാവ് അഖ്ലാഖിന് അദ്ദേഹത്തിൻ്റെ വീടിനകത്ത് കയറി സംഘപരിവാറുമായി ബന്ധപ്പെട്ടവർ തച്ചു തകർത്ത് കൊന്നില്ലേ? അവിടെ BJPയുടെ ഫാസിസം പുറത്തു വന്നു. BJPയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു പിന്നെ നയവിശദീകരണനായിരുന്ന ശ്രീ സുധീന്ദ്ര കുൽക്കർണി, അദ്ദേഹം ഒരു പാക് വിദേശകാര്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പുസ്തക പ്രകാശനത്തിന് പോയപ്പോൾ അദ്ദേഹത്തിന് കരിയോയിലഴിച്ചു. ജമ്മു ആൻഡ് കശ്മീരിലെ MLA ഡൽഹിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ കരിയോരടിച്ചു. അപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറയാം, BJP അധികാരത്തിൽ വന്നതിന് ശേഷം ന്യൂനപക്ഷങ്ങളെയും ദളിതുകളെയും പീഡിപ്പിച്ചു കൊല്ലുന്ന ഒരു രാഷ്ട്രീയം. ഏറ്റവും അവസാനം ഹരിയാനയിലെ ഫരീദാബാദിൽ 2 പിഞ്ചു കുട്ടികളെയാണ് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട ഒറ്റ കാരണത്താൽ സംഘപരിവാർ തീയിട്ട് കൊന്നത്, മണ്ണെണ്ണ ഒഴിച്ച് തീയിട്ട് കൊന്നത്. 2 കുട്ടികൾ അവിടെ പിടഞ്ഞു വീണ് മരിച്ചു. അപ്പോൾ ഇവിടെ കോൺഗ്രസ് ഉയർത്തുന്നൊരു മുദ്രാവാക്യമുണ്ട്, ഈ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയത്തെ ചെറുക്കാൻ ഇന്ത്യയിൽ ആർക്കാണ് പറ്റുക? അതുപോലെ തന്നെ ഈ ദളിത് വേട്ടയ്ക്ക് എതിരായി ശബ്ദിക്കാൻ ആർക്കാണ് പറ്റുക? സൗമ്യ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഇന്ത്യയിൽ ഈ പറയപ്പെടുന്ന ഈ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം, വർഗീയതയുടെ രാഷ്ട്രീയം, ഏറ്റവും അവസാനമല്ലേ ബീഫിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഫെഡറൽ സ്റ്റേറ്റിൻ്റെ കേന്ദ്ര പിന്നെ തലസ്ഥാനമായ ഡൽഹിയിൽ കേരള ഹൗസിനകത്തേക്ക് ഒരു ഉത്തരവാദിത്വമില്ലാതെ പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡ്. അപ്പോൾ ഫെഡറലിസത്തിൽ ഇവർ വിശ്വസിക്കുന്നില്ല, ഇവർ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നില്ല. എന്നാൽ അവർ വികസനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? വികസനത്തിൽ കഴിഞ്ഞ 16 മാസത്തിനിടയിൽ എന്ത് വികസനം ഇന്ത്യയിൽ കൊണ്ടുവന്നു? ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആകെ വികസനം എന്ന് പറയുന്നത് പിന്നെ ഏകദേശം 28-ൽ പരം രാജ്യങ്ങൾ 56 ദിവസമെടുത്ത് 251 കോടി രൂപ മുടക്കി വിദേശയാത്രകൾ നടത്തിയതിനപ്പുറം ഈ രാജ്യത്ത് എന്ത് വികസനമാണ് ഈ BJPക്ക് കൊണ്ടുവരാൻ പറ്റിയത്? അപ്പം ഞങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, വർഗീയത എന്ന് പറയുന്നത് രാജ്യത്ത് കത്തിച്ചുവിട്ട് ഈ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയെയും തമ്മിലടിപ്പിക്കാനുള്ള വ്യാപകമായ ശ്രമങ്ങൾ, വർഗീയ കലാപങ്ങൾ, ദളിത് വേട്ടകൾ, എന്നാൽ വികസനത്തിൻ്റെ പേരിൽ പാവപ്പെട്ട കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കൽ, ഇതെല്ലാം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തർപ്രദേശിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ, അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട 85 ലോക്സഭാ സീറ്റുകളിൽ 83 സീറ്റുകൾ BJP കൊടുത്ത സീറ്റാണ്, ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം പിന്നെ ജില്ലയായ വാരണാസി ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന നയാപുര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ തോറ്റു എന്നുള്ള റിസൾട്ട് പുറത്തു വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നരേന്ദ്രമോദിയുടെ മാജിക് ഇന്ത്യയിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിക്ക് ഇനി വലിയ പ്രതീക്ഷയൊന്നും ഈ രാജ്യത്ത് നൽകാൻ ഇല്ല എന്നുള്ളത്. വികസന രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചവർ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് വഴിമാറിയപ്പോഴുണ്ടായ ദുരന്തം ഇന്ത്യ കാണുകയാണ്. അതിനെതിരായിട്ടാണ് ജനവിധികൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിശ്ചയമായും ഇവിടെ ജാതി ശക്തികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേരള സംസ്ഥാനത്തിൽ നടത്താൻ പോകുന്ന 3ാം മുന്നണി ഒരു ചാവിളയായി മാറും. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു സ്വാധീനവും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. യെസ്, ഏതായാലും നമുക്ക് ഇതിനൊരു കൃത്യമായ മറുപടി ഒരു പക്ഷേ BJPയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്, അഡ്വക്കേറ്റ് സുരേഷ്, അദ്ദേഹം തന്നെ തരുന്നതാണ്. ഏതായാലും അഡ്വക്കേറ്റ് സുരേഷ്, താങ്കൾ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് കരുതുന്നു. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന തെരഞ്ഞെടുപ്പ് വിഷയമാണ് എങ്കിൽ കൂടി ഉത്തർപ്രദേശിൽ നിന്നും BJPക്ക് ഒരു ഇത്തിരി ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. വാരണാസി ഉൾപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ മേഖല, അവിടെ 48-ൽ 40 സീറ്റിലും BJP തൂത്തെറിയപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പ്രധാനമന്ത്രി ദത്തെടുത്ത നയാപൂരിലും വലിയൊരു തോൽവി BJPക്ക് നേരിട്ടിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു സിറ്റുവേഷൻ? എങ്ങനെ കാണുന്നു ഈ വാർത്ത? ഞാനിപ്പോൾ ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വന്നതിന് ശേഷമാണ് കാണുന്നത്. അപ്രതീക്ഷിതമായി ഇനി ഇത് പലതും നേരിടേണ്ടി വരുമെന്നതാണ് ഒരു സൂചന. ഞങ്ങൾക്ക് അങ്ങനെ അല്പപ്പോലും ഉത്കണ്ഠയില്ല. ഇത് അവിടുത്തെ സാഹചര്യം എന്താണ്, അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. പക്ഷേ ഉത്തർപ്രദേശിലെന്നല്ല, ഇന്ത്യയിൽ ഒരിടത്തും
BJPയുടെ പ്രഭാവത്തെയോ നരേന്ദ്രമോദി ഇന്ത്യയിലുണ്ടാക്കുന്ന ഉയർച്ചയെയോ തടയാൻ സാധിക്കില്ല എന്നതിൻ്റെ വേറെ ചില ഉദാഹരണങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ലഡാക്ക് മുനിസിപ്പാലിറ്റിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു. ആ ലഡാക്ക് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ 27-ൽ 17 സീറ്റും, അത് 5 മുസ്ലിങ്ങൾ മാത്രമുള്ള 5 വാർഡ് ഉൾപ്പെടെ 17 സീറ്റും BJP വിജയിച്ചു. കഴിഞ്ഞ ദിവസം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഗോവയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഗോവയിലെ 11 മുനിസിപ്പാലിറ്റിയിൽ 8-ലും BJP ഗംഭീര ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതുപോലെ ഇന്ത്യയിൽ മുഴുവൻ കാണുന്നത് ഈ രീതിയിലുള്ളൊരു ട്രെൻഡാണ്. പക്ഷെ അവിടെയും BJPയുടെ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ നിന്ന് സംഭവിച്ചു. നയാപൂർ അദ്ദേഹം ദത്തെടുത്ത ഗ്രാമമല്ലേ, എന്നിട്ട് അവിടെയൊക്കെ എന്താ സംഭവിച്ചു? അവിടെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണോ? അങ്ങനെയൊന്നും ആവാൻ സാധ്യതയില്ല. ഇത് അവിടെ എന്താ സംഭവിച്ചതെന്ന് കൂടുതൽ അന്വേഷിക്കേണ്ടതാണ്. ഇനി ഈ വാർത്ത പൂർണ്ണമായിട്ടും ശരിയാണോ, അത് എന്താ സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടതാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു ഒറ്റപ്പെട്ട ഇതിനെക്കുറിച്ച് ഞാൻ ഉത്തരം പറയുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ മുഴുവൻ കാണുന്ന ട്രെൻഡ് ഇതാണ് എന്ന് ഞാൻ പിന്നെ JNU സർവകലാശാല, ഡൽഹി യൂണിവേഴ്സിറ്റി എവിടെ തിരഞ്ഞെടുപ്പെടുന്നാലും അത് BJPക്ക് ഗുണകരമായിട്ടാണ് ഭവിക്കാറുള്ളത്. ഇപ്പോൾ അവിടെ എന്ത് നടന്നു എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്, അതിൻ്റെ കറക്റ്റ് വാർത്ത മനസ്സിലാക്കേണ്ടതുണ്ട്. യെസ്, തീർച്ചയായും. ഏതായാലും അതിനൊരു ചെറിയ സാവകാശം നൽകുകയാണ്. നമുക്ക് ഏതായാലും അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ തന്നെ വരേണ്ടിയിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഇപ്പോൾ 50% എത്തി നിൽക്കുകയാണ്. 50.5% ഇതുവരെയുള്ള ടോട്ടൽ പോളിംഗ് പെർസെൻറ്റേജ്. 57% കടന്നിരിക്കുന്നു. ഏതായാലും കനത്ത ഒരു പോളിംഗിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വിഭിന്നമായി ദേശീയ സംസ്ഥാന രാഷ്ട്രീയങ്ങൾ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. സമഗ്രമായ വാർത്തകളും ചർച്ചകളും തുടരും.